തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ. ടോളമിയുടെ കൃതികളിൽ നൗറ എന്ന് പ്രതിപാദിക്കുന്ന സ്ഥലം കണ്ണൂർ. ടോളമിയുടെ കൃതികളിൽ നൗറ എന്ന് പ്രതിപാദിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ. പ്രമുഖ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നായ പൈതൽ മല സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. പ്രമുഖ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നായ പൈതൽ മല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായിരുന്ന പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്ന പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ. ടോളമിയുടെ കൃതികളിൽ നൗറ എന്ന് പ്രതിപാദിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ. പ്രമുഖ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നായ പൈതൽ മല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്ന പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയാണ് കണ്ണൂർ. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയാണ് കണ്ണൂർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയാണ് ലക്ഷ്മണൻ. ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടി. ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴയിലാണ്. കണ്ണൂരിലെ ഏറ്റവും വലിയ നദി വളപട്ടണം പുഴ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വളപട്ടണം പുഴ. 1928 നെഹ്റു അധ്യക്ഷത വഹിച്ച കേരള പ്രദേശ് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂർ. 1928 നെഹ്റു അധ്യക്ഷത വഹിച്ച കേരള പ്രദേശ് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂർ. സെൻറ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. സെൻറ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ലക്ഷ്മണൻ. ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് അഞ്ചരക്കണ്ടി. കണ്ണൂരിലെ ഏറ്റവും വലിയ നദിയാണ് വളപട്ടണം പുഴ. 1928 നെഹ്റു അധ്യക്ഷത വഹിച്ച കേരള പ്രദേശ് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂർ. സെൻറ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. തലശ്ശേരി കോട്ട നിർമ്മിച്ചതാര്? ബ്രിട്ടീഷുകാർ. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴപ്പിലങ്ങാട്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴപ്പിലങ്ങാട്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം. ആറളം ഫാം സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. ആറളം ഫാം സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. കേരളത്തിലെ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ മെഡിക്കൽ കോളേജ് പെരിയാർ മെഡിക്കൽ കോളേജ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് പെരിയാർ മെഡിക്കൽ കോളേജ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല. കരിവള്ളൂർ കർഷക സമരം നടന്ന വർഷം
1946. കരിവള്ളൂർ കർഷക സമരം നടന്ന വർഷമാണ് 1946. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. ആറളം ഫാം സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. കേരളത്തിലെ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് പെരിയാരം മെഡിക്കൽ കോളേജ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല. കരിവള്ളൂർ കർഷക സമരം നടന്ന വർഷം 1946. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദൻ. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ പ്രദേശം മാഹി. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ പ്രദേശമാണ് മാഹി. മാഹിയിലൂടെ ഒഴുകുന്ന നദി മയ്യഴിപ്പുഴ. മാഹിയിലൂടെ ഒഴുകുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴയാണ് മയ്യഴിപ്പുഴ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദൻ. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ പ്രദേശമാണ് മാഹി. മാഹിയിലൂടെ ഒഴുകുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴയാണ് മയ്യഴിപ്പുഴ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്.